മോദി സർക്കാരിന് കീഴിൽ മാധ്യമ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ഭീഷണികളൊക്കെ നമ്മൾ പലതവണ ഔട്ട് ഓഫ് ഫോക്കസ് തന്നെ ചർച്ച ചെയ്തതാണ്. അതിൽ ഏറ്റവും അവസാനത്തേത് ഇവിടെ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ അൽ ജസീറ മാധ്യമ പ്രവർത്തകർക്ക് വിസ നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയായിരിക്കും ഒരുപക്ഷെ അതിൽ അവസാനത്തേത്. നേരത്തെ പലതവണ തുടർച്ചയായുള്ള ആക്രമണത്തെ തുടർന്ന്, ഭീഷണികളെ തുടർന്ന് BBC ഇന്ത്യയിലെ പ്രവർത്തനം പൂർണ്ണമായും അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ട, അതും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു പേര് കൂടിയുണ്ട്, ധ്രുവ് റാട്ടി. യൂട്യൂബറാണ് അദ്ദേഹം. മുഖ്യധാരാ മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ ഭയക്കുന്ന പല വിഷയങ്ങളും ധ്രുവ് റാട്ടി സോഷ്യൽ മീഡിയകളിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അതിൽ ഉറി ഭീകരാക്രമണമുണ്ട്, പുൽവാമ ആക്രമണമുണ്ട്, കർഷക സമരമുണ്ട്, ഗുസ്തി താരങ്ങളുടെ സമരമുണ്ട്, നോട്ട് നിരോധനമുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക വിഷയങ്ങളും ധ്രുവ് റാട്ടി കൈകാര്യം ചെയ്യുകയാണ്. ആ വീഡിയോകളെല്ലാം കേന്ദ്ര സർക്കാരിനെ, BJPയെ കടന്നാക്രമിച്ചുകൊണ്ട് അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ BJPയുടെ ഒരു പേടി സ്വപ്നമായി ഇപ്പോൾ ധ്രുവ് റാട്ടി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ദാവൂദ് സർ, BBC ഇവിടെ പ്രവർത്തനം അവസാനിപ്പിച്ച് മടങ്ങുമ്പോഴാണ് നമ്മൾ ധ്രുവ് റാട്ടിയുടെ കാര്യം പറയുന്നത്. ഒട്ടുമിക്ക ഭീഷണികളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം കേന്ദ്രത്തിനെതിരെ നിലനിൽക്കുകയാണ്. അല്പം പ്രതീക്ഷയുണ്ടല്ലേ ഇങ്ങനെയുള്ളവർ രംഗത്തെത്തുമ്പോൾ? അതിൽ ഇപ്പം BBC-യുടെ കാര്യം, അൽ ജസീറയുടെ കാര്യം ദിവ്യ പറഞ്ഞല്ലോ. ഇന്ന് വന്നൊരു വാർത്തയുണ്ട്. ABC, ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ടൊരു ചാനൽ, ബ്രോഡ്കാസ്റ്റ് ചാനലാണ്. അവരുടെ ലേഖിക ഞാൻ പണി നിർത്തി പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പോകാൻ തീരുമാനിച്ചു. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ അല്ല ഇവിടെ ഉള്ളത്. പലതരത്തിലുള്ള പ്രഷറുകൾ വരുന്നു, ഇൻറ്റിമിഡേഷൻ വരുന്നു. വർക്ക് വിസ പുതുക്കി കൊടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരുടെ തന്നെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ, ഫോറിൻ കറസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഷോ ഉണ്ട് അവർക്ക്. അത് ടേക്ക് ഡൗൺ ചെയ്തു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. യൂട്യൂബിനോട് ടേക്ക് ഡൗൺ ചെയ്യാൻ ഈ സർക്കാർ ആവശ്യപ്പെടുന്നു. യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്യുന്നു. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഇവിടെ. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ പോഡ്കാസ്റ്റിൻ്റെ പണിയിലായിരുന്നു. ആ പണി നിർത്തി പോവുകയാണെന്ന് അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അൽ ജസീറ, BBC, ABC ഈ ഇന്ത്യയിൽ എന്ത് നടക്കുന്നുവെന്ന് ലോകത്തെ അറിയിക്കാൻ സാധ്യതയുള്ള 3 പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മളതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ ഇതൊരു ഫാഷനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ലോകത്തിന് ഏറ്റവും പിറകിൽ നിൽക്കുന്ന നോർത്ത് കൊറിയയോടൊക്കെ മത്സരിക്കുന്ന രാജ്യമായിട്ട്, നോർത്ത് കൊറിയയോടും ചൈനയോടും അഫ്ഗാനിസ്ഥാനോടും ഒക്കെ മത്സരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൊണാർക്കീസ്, രാജഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണോ പ്രസ് പ്രവർത്തിക്കുന്നത് ആ നിലയിൽ പോകേണ്ടി വരുന്നുണ്ട്. നമ്മളുടെ തന്നെ അവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ഇരകളാക്കപ്പെട്ടവരാണ്. പക്ഷേ അതേസമയം ദിവ്യ പറഞ്ഞതുപോലെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഈ പറയുന്ന ലെഗസി മീഡിയയുടെ കാര്യത്തിലാണ്, പരമ്പരാഗത മാധ്യമങ്ങളുടെ കാര്യത്തിലാണ് ഈ നിലക്കുള്ള കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അതിന് പുറത്ത് മനുഷ്യർ പല നിരക്ക് സംവേദനം ചെയ്യുന്ന പല തലങ്ങളുണ്ട്. ഇപ്പോൾ NDTVയിൽ അഡാനിയുടെ സ്റ്റേക്ക് വന്നപ്പോഴാണ്, അഡാനി അത് ടേക്ക് ഓവർ ചെയ്തപ്പോഴാണ് രവീഷ് കുമാർ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ആങ്കറായിരുന്നു ഹിന്ദി NDTVയുടെ. അദ്ദേഹം അതിൽ നിന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ദിവസങ്ങൾക്കകം അത് NDTVക്കുള്ളതിനേക്കാൾ സബ്സ്ക്രൈബേഴ്സിനെ അത് ആകർഷിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. ധ്രുവ് റാട്ടിയുടെ കാര്യം ഉണ്ട്. ധ്രുവ് റാട്ടി എന്താണ്, ഒരു 29 വയസ്സുകാരൻ പയ്യൻ. അദ്ദേഹം എന്താ ചെയ്യുന്നത്, അത് നിശ്ചിത ഇടവേളകളിൽ വീഡിയോ ചെയ്യുക മാത്രമാണ്. അല്ലാതെ രവീഷ് കുമാർ ചെയ്യുന്നത് എല്ലാ ദിവസവും വാർത്തകൾ പറയുകയോ അങ്ങനെയൊന്നുമല്ല. ഏതെങ്കിലും ഒരു വിഷയം സെലക്ട് ചെയ്യുന്നു, അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നു. അത് കോടിക്കണക്കിന് മനുഷ്യരാണ് അത് കാണുന്നത്, കോടിക്കണക്കിന് മനുഷ്യരാണ്. അതൊന്നും ഒരു ഭയങ്കരമായൊരു ഷോ ആണോ? നമ്മളുണ്ടല്ലോ, നമ്മളൊരു പ്രോഡക്റ്റ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഒരു ഗംഭീരമായൊരു പ്രോഡക്റ്റ് ഒന്നുമല്ല. സാധാരണ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഷോ മാത്രമാണ്. പക്ഷേ എന്തുകൊണ്ട് ജനങ്ങളത് സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, യു ഹാവ് സം ഐഡിയ ടു ഷെയർ. അങ്ങനെ ഉണ്ടെങ്കിൽ ദർ ആർ പീപ്പിൾ ടു റിസീവ് എന്നുള്ളതാണ്. നമുക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ, ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആ ഷോ നന്നാക്കുക, ആ പ്രൊഡക്റ്റ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല. പറയാൻ കാര്യങ്ങളുണ്ടാവണം.
പറയാൻ കാര്യങ്ങളുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ജനങ്ങളുണ്ട്. അതാണ് ധ്രുവ്റാട്ടിയുടെ ആ സക്സസ് നമ്മൾ കാണിക്കുന്നത്. പുള്ളി ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ഈ പ്രാദേശിക ഭാഷകളിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ കണ്ടു വാട്സപ്പ് ചാനൽ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതിയ ഡിജിറ്റൽ സ്പേസിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതേ അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ, ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അങ്ങേര് ജർമ്മൻ ഫണ്ടഡാണ്, ഭാര്യ ജർമ്മൻകാരിയാണ്, അങ്ങനെ ഇങ്ങനെ സൊറോസാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ മോഡിയുടെ ഹേറ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, ഈ വർഷങ്ങളായി ഹേറ്റ് ഇങ്ങനെ തിന്ന് കുടിച്ച് അതിൽ മതോന്മത്തരായി കഴിഞ്ഞ വലിയൊരു ഓഡിയൻസ് ഉണ്ട്. വലിയൊരു ഓഡിയൻസ് അല്ല, എൻ്റയർ ജനറേഷൻ തന്നെ അവിടെയുണ്ട്. ആ ജനറേഷനോടാണ് മോഡി സംസാരിക്കുന്നത്. എന്താണ്, കൂടുതൽ കുഞ്ഞുങ്ങളുള്ളവർക്ക് നമ്മുടെ താലിമാല പോലും വിറ്റ് അവർ ആ പണം അവർക്ക് കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഹരേ എന്ന് പറഞ്ഞിട്ട് ആളുകൾ കൈയടിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു വലിയ പോപ്പുലേഷൻ ഇന്ത്യയിലുണ്ട്. അവരെ കൂടുതൽ മുറുക്കുക എന്നുള്ള പണിയാണ്, അവരെ പരമാവധി ബൂത്തിലെത്തിക്കുക എന്ന പണിയാണ് മോഡിയും അമിത്ഷാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ ഐ എം എ ട്രോൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. എന്ത് ചതുർവേദിയാണ്, BJPയുടെ IT സെല്ലിനെ കുറിച്ച്, സ്വാതി ചതുർവേദി, BJPയുടെ IT സെല്ലിൽ ഉണ്ടായിരുന്നു. അമേരിക്കയിലായിരുന്നു അവർ, അമേരിക്കയിൽ വലിയൊരു പ്രൊഫഷണൽ. അപ്പോൾ ആ പുസ്തകത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അവർ അമേരിക്കയിലായിരിക്കെ ഈ ജാതി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ കോഴ്സ് മൊഡ്യൂൾ, അതിങ്ങനെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ മുഴുവൻ മുസ്ലിം വിരുദ്ധ സാധനങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ ഇവളിങ്ങനെ നിരന്തരം ഇതിങ്ങനെ വായിക്കുകയും അതേക്കുറിച്ച് പറയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പുള്ളിക്കാരിയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ മുസ്ലിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നോക്കൂ, നമ്മുടെ മെയ്ഡ്, അവർ കുഞ്ഞിനെ നോക്കുന്നൊരു സ്ത്രീ ഉണ്ട് അവിടെ, അവരൊരു പാകിസ്ഥാനി മുസ്ലിം അല്ലേ? നിനക്ക് അവളെക്കുറിച്ച് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്? അവളെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിനക്ക് അവളെക്കുറിച്ച് വല്ല മോശം അഭിപ്രായമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ ഒന്ന് റിഫ്ലക്സ് ചെയ്യാണ്, ആ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ഒരു റിഫ്ലക്ഷൻ വരുന്നുണ്ട്. പക്ഷേ അഗൈൻ ഈ സാധനം വരും, അത് വരും. പക്ഷെ ലേറ്റർ ഓൺ അവൾ ഇതെല്ലാം കൂടെ എന്താണ് ഡീടോക്സിങ് ഈ വിഷമൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു പോകുമ്പം അവളുടെ ഉള്ളിൽ അന്ന് അവളുടെ പാർട്ട്ണർ ചോദിച്ച ആ ചോദ്യം വരുന്നുണ്ട്, ഇത്രയും കാലം ഈ പറയുന്ന ഈ പ്രസാരണത്തിൽ പങ്കാളിയായി അതിൽ ഖേദിച്ച് മടങ്ങുമ്പം ഈ ചോദ്യം അവളുടെ ഉള്ളിൽ വരുന്നുണ്ട്. അവളുടെ ആ മെയ്ഡിൻ്റെ മുഖം അവളുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വാനുഭാവങ്ങൾ, അനുഭവങ്ങൾ പോലുമല്ല, അതിനെയും മറികടക്കുന്ന ഈ വാട്സപ്പ് എന്തുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രളയം, അത് സൃഷ്ടിക്കുന്ന ഒരു തരം ഉന്മാദാവസ്ഥ. അങ്ങനെ ഉന്മാദികളായ ഒരു പോപ്പുലേഷൻ, ഉന്മാദികളായ ഒരു ആൾക്കൂട്ടത്തെയല്ല, ഉന്മാദികളായ ഒരു മഹാജനസഞ്ചയത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചെന്നുള്ള അസാധാരണമായ വിജയമാണ് സംഘ് പരിവാർ ഇന്ത്യയിൽ നേടിയിട്ടുള്ളത്. അവരോടാണ് മോഡിയും അമിത്ഷായും സംസാരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കണം, ഈ ഉന്മാദത്തിൻ്റെ മൂർച്ചയിൽ, അതിൻ്റെ രതിമൂർച്ചയിൽ നിന്നൊരു സമയമാണ് 2019. അന്ന് NDAക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? എത്രയാണ് നിഷാദ്? 40% അല്ലേ? 40 അറൗണ്ട് അബൌട്ട് 40 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 60% ജനങ്ങൾ ഈ ഉന്മാദത്തിന് പുറത്തുണ്ടെന്നല്ലേ. ആ ജനങ്ങളോട് നിങ്ങൾ സംസാരിക്കൂ, അവരോട് കാര്യങ്ങൾ പറയൂ, അവരെ സംഘടിപ്പിക്കൂ. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം. അതാണ്. അതല്ലാതെ ഈ ഉന്മാദികളെ ഒന്ന് ശരിയാക്കി കളയാം, ഈ ഉന്മാദികളോട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കേണ്ടത്. അതാണ് കോൺഗ്രസിന് പറ്റുന്നൊരു പിഴവ്. ഈ ഉന്മാദികളെ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ധ്രുവ്റാട്ടി ചെയ്യുന്നത് എന്താണ്? നോക്കൂ, ഈ ഉന്മാദികളാകാത്ത യുക്തിപൂർവം ചിന്തിക്കുന്ന മനുഷ്യർ ഇവിടെയുണ്ട്. അവർക്ക് കുറച്ചും കൂടി എന്താണ് ഒരു ലോജിക്കൽ ഫൗണ്ടേഷൻ കൊടുക്കുന്ന സ്വഭാവത്തിൽ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ, ഐഡിയ ഉണ്ടെങ്കിൽ, അത് സ്വീകരിക്കുന്ന ഒരു ജനസഞ്ചയം ഇവിടെ ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ നിഷാദ്, അധികം വൈകാതെ തന്നെ ധ്രുവ്റാട്ടിക്കെതിരെ എന്തെങ്കിലും കേസ് വന്നകത്തിടാൻ സാധ്യതയുണ്ടല്ലേ ഇങ്ങനെ പോവുകയാണെങ്കിൽ? ഇന്ത്യയിലെ പൊതുവെ മോദി വിമർശകരായ മാധ്യമങ്ങളോട്
സ്വീകരിക്കുന്ന സമീപനങ്ങൾ എടുത്തു നോക്കിയാൽ ദൂരാട്ടി അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇപ്പം നേരത്തെ പറഞ്ഞ ABC മാധ്യമ പ്രവർത്തക അവരിവിടെ നിൽക്കാൻ എല്ലാ തരത്തിലുള്ള പ്രയാസത്തെ അനുഭവിച്ച് നിന്നു. ഫൈനലി ഒരു നിവൃത്തിയില്ല വന്നപ്പോൾ അവർ ഇത് വൈൻഡപ്പ് ചെയ്ത് പോകാൻ തീരുമാനിക്കുകയാണ്. ഇന്ത്യൻ മാധ്യമ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവരുടെ സ്ഥാപന മേധാവി ഒരു കുറിപ്പ് പ്രസിദ്ധീകരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇത് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ലോകത്തെല്ലായിടത്തുമുള്ള മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന്. ഇപ്പോൾ ഈ ജയശങ്കർ ഉണ്ടല്ലോ, നമ്മുടെ വിദേശകാര്യ മന്ത്രി, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ ഒരു പരിപാടി പങ്കെടുത്ത് ഒരു അഭിമുഖത്തിൽ പറയാണ്, ഇന്ത്യൻ സർക്കാരിനോടും BJPയോടും മോദി ഭരണകൂടത്തോടും വിദേശ മാധ്യമങ്ങൾ രാഷ്ട്രീയക്കാരെ പോലെയാണ് പെരുമാറുന്നത്. എന്ന് വെച്ചാൽ അവർ സ്വയം രാഷ്ട്രീയക്കാരെ പോലെയാണ് ഞങ്ങളെ സമീപിക്കുന്നത് എന്ന്. അപ്പോൾ ഞങ്ങളെ നിരന്തരമായി വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഞങ്ങൾക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ നിരന്തരമായി പ്രസിദ്ധീകരിക്കുന്നു ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ രാജ്യം ഉത്തരോത്തരം വികസിക്കുകയാണ്, ലോകത്തെല്ലാവർക്കും നമ്മളെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്, നരേന്ദ്രമോദി അതിഗംഭീര കക്ഷിയാണ്, അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ ഇവിടെ ചില ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കെ അതേ നാക്കുകൊണ്ട് ജയശങ്കർ പറയാണ്, അന്തർദേശീയ മാധ്യമങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയ ശത്രുക്കളെ പോലെ കണ്ട് വിമർശിക്കുന്നു. അത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് നരേന്ദ്രമോദി സർക്കാരിനെതിരെ അന്തർദേശീയ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ലോകത്തെ എണ്ണം പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളും ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ജനാധിപത്യം അതിൻ്റെ അവസാനത്തെ മണി മുഴങ്ങുകയാണ് എന്ന സ്വഭാവത്തിലുള്ള കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലായിടത്തിലും എടുത്ത് പരിശോധിച്ചാൽ ഇതിലെല്ലാം ഈ തരത്തിലുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. BBC എന്താണ് ഇവിടെ നിന്ന് പുറത്തായി പോകാനുള്ള കാരണം എന്താണ്? അവർക്കിവിടെ വേറെ ഒരു കമ്പനി ഉണ്ടാക്കി പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായതുപോലും സർക്കാരിൻ്റെ ഈ വേട്ട സഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വനേസ ഡെഗ്നാക്ക് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വനിതയുണ്ട്. അവർ 20 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ട് ഫ്രഞ്ച് മീഡിയയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്. അവരുടെ സേവനം അവസാനിപ്പിച്ചു പോയി. 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് ഒരു നിവൃത്തിയില്ല ഇവിടെ പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കഥ നമ്മൾ പറഞ്ഞത് 2014 ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന മനുഷ്യാവകാശ സംഘടന അവരുടെ ഇല്ല. എന്തുകൊണ്ടില്ല? ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഇടമില്ലാത്ത നാടാണ് സത്യത്തിൽ ഇന്ത്യ. അപ്പോൾ ആംനസ്റ്റി പോകുന്നു, BBC പോകുന്നു, അൽജസീറ പോകുന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം കണ്ട ABC പോകുന്നു. ഇങ്ങനെ ആളുകൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക് മാധ്യമങ്ങളോട് ആദ്യം തന്നെ ചെയ്യുന്നത് അവരുടെ വിസ കാലാവധി പരമാവധി ഹ്രസ്വമാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മണിപ്പൂരിൽ സന്ദർശിക്കുന്ന വിദേശ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തും. കശ്മീരിൽ വിദേശ മാധ്യമങ്ങൾക്ക് പോകാൻ പെർമിഷൻ ഇല്ല. അങ്ങനെ ഇവിടുത്തെ എല്ലാ ടെൻസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ ഒന്നിലും പ്രവേശിക്കാൻ അനുവാദമില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട വിമർശന സ്വഭാവമുള്ള എന്തെങ്കിലും സംഗതി, കർഷക സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയ കവറേജിൽ മുഴുവൻ സർക്കാർ പിടുത്തപ്പെട്ടു. ഇപ്പോൾ കർഷക സമരത്തിൽ സർക്കാർ ഉലയുന്നു എന്ന റിപ്പോർട്ട് കൊടുത്ത മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളെയോ മാധ്യമ സ്ഥാപനങ്ങളുടെ കറസ്പോണ്ടന്റുമാരെയോ സർക്കാർ പിടികൂടുകയോ തിരിച്ച് പറഞ്ഞയക്കുകയോ ചെയ്തു. നമ്മൾ കാണാത്തതാണ്. ഡസൻ കണക്കിന് യൂട്യൂബ് വീഡിയോകൾ ടേക്ക് ഡൗൺ ചെയ്യാൻ സർക്കാർ നോട്ടീസ് കൊടുത്തു. യൂട്യൂബിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ അവർക്ക് പ്രവർത്തിക്കണം, ഇവിടെ ഏറ്റവും വലിയ വിപണിയാണ്, ഗവൺമെൻറ് ഒരു നോട്ടീസ് വന്ന് അവരൊന്നും നോക്കാതെ വീഡിയോ ഡൗൺ ചെയ്ത് കളയും. ഇപ്പോൾ ഇവിടെ കാരവൻ്റെയൊക്കെ വീഡിയോ കളയും നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങൾ സത്യം പറയുന്നത് സമ്പൂർണ്ണമായും തടഞ്ഞു വെച്ചിട്ടാണ് ഇന്ത്യ വിശ്വഗുരുവായിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ മോദിജിയെ പ്രകീർത്തിക്കുകയാണ്. റഷ്യ യുക്രൈൻ വാർ മോദിജി നിർത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റിയത് എന്നൊക്കെയുള്ള പ്രൊപ്പഗൻഡ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുന്നത് മറ്റു വീഡിയോകൾക്കൊന്നും ഇന്ത്യയിൽ സ്പേസ് ഇല്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ ധ്രുവ് റാട്ടിയൊക്കെ അതിനകത്തൊരു പ്രതീക്ഷയുള്ള കാര്യമാണ്. കാരണം ഏറ്റവും പോസിബിളായ മാർഗത്തിലൂടെ ഏറ്റവും ഫലവത്തായ പ്രവർത്തനം നടത്തുന്നു. ഇപ്പോൾ അയാളുടെ വാട്സാപ്പ് ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ഒരു സന്ദേശം ഒരു ദിവസം രാവിലെ ഇടും. വാട്സാപ്പ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ട് അതെടുത്ത് നമ്മൾ 100 പേർക്ക് അയച്ചു കൊടുക്കണം എന്നാണ് അയാളുടെ സന്ദേശം. അപ്പം 100 പേർക്ക് അയച്ചു കൊടുത്താൽ അത് വളരെ പെട്ടെന്ന് അതിൻ്റെ പെനട്രേഷൻ പൂർത്തിയാവുകയും BJP IT സെല്ലിനെ മറികടക്കാൻ കഴിയും. നിലവിൽ ഏറ്റവും വലിയ സ്ട്രോങ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ BJP IT സെല്ലാണ്. ഒരു നിമിഷം കൊണ്ട് അവർക്കൊരു നുണ ചതറിക്കാൻ കഴിയും. പിന്നെ അതിനെ കണ്ടുപിടിച്ച് മറികടന്ന് വരിക എന്നുള്ളത് പോസിബിളായ സംഗതിയല്ല. അപ്പോൾ BJP IT സെല്ലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയെ നാം മറികടന്ന് കഴിഞ്ഞു. അതിനെ മറികടക്കാൻ വളരെ സാധ്യതയുള്ളൊരു മാർഗ്ഗം അയാൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതെന്തുമാത്രം വിജയിക്കുന്നു നോക്കണം. പിന്നെ അതിൻ്റെ സമയം കടന്നു പോയെന്ന് നോക്കണം. കുറച്ചുകൂടി നേരത്തെ എല്ലാവരും ഏറ്റെടുക്കേണ്ടുന്ന ഒന്നാണ്. പിന്നെ ധ്രുവ് റാട്ടി പറയുന്നത് ഇന്ത്യൻ ഡെമോക്രസിയെക്കുറിച്ചും ഇന്ത്യയിൽ ഓട്ടോക്രസി വരാൻ പോകുന്നതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ അയാളുടെ കൺസ്യൂമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകൾ സത്യത്തിൽ BJPയുടെ ഈ വിഷം കുടിച്ചു കിടന്ന മനുഷ്യർ ഇത് കാണുകയും അവർ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ടോ, അതോ നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെയാണോ ഇതൊക്കെ തന്നെ കാണുന്നത്? ഓൾറെഡി ഇപ്പം നേരത്തെ ദാവസായി പറഞ്ഞാൽ 60% പേര് ഇപ്പുറത്താണ്. ആ 60%ത്തിലേക്കാണോ ഇത് പോകുന്നത്? അവർ തന്നെയാണോ ഇത് കൺസ്യൂം ചെയ്യുന്നത്? എങ്കിൽ അങ്ങനെ കാര്യമായ പ്രയോജനം ഉണ്ടാകുന്നില്ല. പക്ഷേ അയാളിപ്പോൾ എല്ലാ പ്രാദേശിക ഭാഷകളിലും ഹിന്ദിയിലെല്ലാം വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. അത് ആ നിലയ്ക്ക് ഗുണപ്പെടുമെന്ന് നമുക്കൊന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അതിനേക്കാൾ ആഴത്തിൽ ഓൾറെഡി വെറുപ്പ് പാകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം, കുറച്ചുകൂടി സമയം എടുക്കുമെങ്കിൽ കൂടി ഇത് വർക്ക് ചെയ്യുമായിരിക്കും.
അത് ആരിലേക്കാണ് എത്തുന്നത് എന്നതിനെ മുൻനിർത്തി BJP ഒരു തവണ കൂടെ വന്നാൽ അതുവരെ ഉള്ളൂ ദൂരാട്ടിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ആയുസ് എന്ന് വിചാരിക്കണം. പക്ഷേ അയാൾ എടുക്കുന്ന പണിയെ നമ്മൾ എന്തായാലും പ്രതിപക്ഷത്തിന് പോലും ഒരുപക്ഷെ സാധിക്കാത്ത പണിയെടുക്കുന്നു. യെസ്, അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട മരങ്ങളായെന്നുകൊണ്ട് ശബ്ദിക്കുന്ന, പ്രതിഷേധിക്കുന്ന, സത്യം പറയുന്ന എല്ലാ മാധ്യമങ്ങളെയും കൂടി സല്യൂട്ട് ചെയ്യേണ്ട, മാധ്യമപ്രവർത്തകരെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. പക്ഷെ അത്തരം ശബ്ദങ്ങളെയൊക്കെ അടിച്ചമർത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്, BJP ശ്രമിക്കുന്നത്. വീണ്ടും 400-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തും എന്നാണ് NDAയുടെ അവകാശവാദം. അങ്ങനെ സംഭവിച്ചാൽ എന്താകും ഇത്തരം മാധ്യമ സ്ഥാപനങ്ങളുടെ ഭാവി എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്.